കണ്ടാലും മടുക്കാത്തൊരു കാര്യമല്ലേ കടല്. പക്ഷെ അവിടെ എന്താ ഇത്രമാത്രം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരുപാട് വെള്ളം മാത്രമാണ്. പക്ഷെ എന്നാലും അത് കണ്ടിരിക്കാൻ ഭയങ്കര ഒരു അത്ഭുതമാണല്ലേ. ബീച്ചിൽ പോവാമെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങി ഞങ്ങൾ എറണാകുളം ബോട്ട് ജെട്ടിയിലെത്തിയപ്പോൾ എന്നാൽ പിന്നെ ബോട്ട് കയറിയിട്ട് നമ്മൾ വൈപ്പിൻ വരെ പോയാലോ എന്ന ഒറ്റ മൈൻഡ് സെറ്റിൽ ഇറങ്ങി അവിടുന്ന് ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് വെറും തുച്ഛമായ 6 രൂപയേ ഉള്ളൂ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഒരു 1/2-3/4 മണിക്കൂർ നമ്മളവിടെ പോസ്റ്റായി നിന്നു. അന്നേരം വിചാരിച്ച് വണ്ടി എടുത്ത് നേരെ ബീച്ചിലേക്ക് തന്നെ പോയാൽ മതിയായിരുന്നു. അങ്ങനെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഗേറ്റ് തുറന്നപ്പോൾ സ്കൂൾ വിട്ട പിള്ളേരെ പോലെ ഓട്ടായിരുന്നു കേട്ടോ. ഓടുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം വിൻഡോ സൈഡ് സീറ്റിൽ ഇരിക്കണം എന്നുള്ളതാണ്. അവിടെ ഇരുന്നാലാണല്ലോ കടല് നല്ല വൃത്തിയിൽ കാണാൻ പറ്റുക. അമ്മയുടെ അതിസാഹസികമായ ഓട്ടത്തിൽ നമുക്ക് വിൻഡോ സൈഡ് തന്നെ കിട്ടിയിട്ടോ, അതും ഫ്രണ്ടിൽ തന്നെ. പല വിധത്തിലുള്ള ഷിപ്പുകളും ബോട്ടുകളും ചെറിയ ചെറിയ തോണികളും എന്തൊക്കെയല്ലേ. എത്ര വലിയ വെയിറ്റുള്ള സാധനങ്ങളായി ഈ വെള്ളത്തിന് മുകളിൽ സിമ്പിളായിട്ട് ഒഴുകി പോകുന്നല്ലേ. കാണാൻ ഭയങ്കര രസമാണെങ്കിലും നമ്മൾ ഈ നേവിക്കാരെയും മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര റിസ്ക് ഉള്ള പണികളല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല കഴിഞ്ഞ ഇന്ത്യൻ പാകിസ്ഥാൻ വാറിലെ നേവിക്കാരും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച INS വിക്രാന്തും, അതും ഒരു പ്രൗഡ് ഫീലാണല്ലേ. അങ്ങനെ നമ്മുടെ വെള്ളത്തിലൂടെയുള്ള യാത്ര ഏകദേശം അവസാനിക്കാറായി. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കോട്ടോ. അപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുക്കണം. നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ അക്കരയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടാണല്ലോ വന്നത്. എന്തായാലേ ഓരോരോ പ്രാന്തുകളെ.